തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നു. റെയിൽവേ ശുചീകരണ തൊഴിലാളി മാരായമുട്ടം സ്വദേശി ജോയി ഒഴുക്കിൽപ്പെട്ടതായി സംശയം. സ്കൂബ ഡൈവിംഗ് ടീം മണിക്കൂറുകളോളം തിരഞ്ഞിട്ടും കണ്ടെത്താനായില്ല. രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാലിന്യ കൂമ്പാരം. ജോയി റെയിൽവേയുടെ താൽക്കാലിക ജീവനക്കാരൻ. ജോയിക്കായുള്ള തിരച്ചിൽ ഊർജിതം. ജോയിയെ കണ്ടെത്താൻ റോബോട്ടും രംഗത്ത്. ടെക്നോപാർക്കിലെ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ റോബോട്ടാണ് സംഭവ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. പ്രതികൂല സാഹചര്യത്തിലും തിരച്ചിലിനായി നൈറ്റ് വിഷൻ ക്യാമറ ഉൾപ്പെടെ ഉപയോഗിക്കാൻ തീരുമാനം. അപകടം വിശ്വസിക്കാനാകാതെ ജോയിയുടെ അമ്മ. ആമയിഴഞ്ചാൻ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്കെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഓട വൃത്തിയാക്കാൻ റെയിൽവേ സമ്മതിക്കില്ലെന്ന് മന്ത്രി. തെരച്ചിലിന് സംവിധാനമൊരുക്കാൻ കളക്ടറുടെ നിർദ്ദേശം. കോഴ വിവാദത്തിൽ CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പ്രമോദ് കോട്ടൂളി പുറത്തേക്ക്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പ്രമോദിനെ നീക്കം ചെയ്യാനും CPM തീരുമാനം. പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയത് റിയൽ എസ്റ്റേറ്റ് ബിനാമി ബന്ധത്തെ തുടർന്ന്. തീരുമാനം CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേത്. വിഷയത്തെക്കുറിച്ച് പ്രമോദ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും ജില്ലാ കമ്മിറ്റി. നിരപരാധിയെന്ന് ആവർത്തിച്ച് പ്രമോദ് കോട്ടൂളി. പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുന്നിൽ അമ്മയും മകനോടുമൊത്ത് സമരം. കുടുക്കാൻ ശ്രമിച്ചവരുടെ പേര് വിളിച്ചു പറയുമെന്ന് മുന്നറിയിപ്പ്. ശ്രീജിത്തിനെതിരെ നിയമ നടപടിയെന്ന് പ്രമോദ്. പണം ആരിൽ നിന്ന് വാങ്ങി ആർക്ക് കൊടുത്തു എന്നത് വിശദീകരിക്കണമെന്നും പ്രമോദ് കോട്ടൂളി. തനിക്കെതിരെ നടന്നത് ഗൂഢാലോചന. പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അത് പരിശോധിക്കണം. പാർട്ടിയെ താൻ തള്ളിപ്പറയില്ലെന്നും താൻ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നും പ്രമോദ് കോട്ടൂളി. പ്രമോദിനെ പുറത്താക്കിയത് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയതുകൊണ്ടെന്ന് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. PSC കോഴ സംബന്ധിച്ച് അറിയില്ലെന്നും അത്തരം പരാതി പാർട്ടിക്ക് ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി P മോഹനൻ. കാരണങ്ങൾ വിശദീകരിക്കാതെ പാർട്ടിയുടെ വാർത്താക്കുറിപ്പ്. വിവാദത്തിൽ പ്രതികരിക്കാതെ മന്ത്രി മുഹമ്മദ് റിയാസ്. അപകടങ്ങൾക്ക് അവസാനമില്ലാതെ മുതലപ്പൊഴി. ഇന്ന് 2 അപകടം. ആദ്യം അപകടത്തിൽപ്പെട്ടത് മത്സ്യബന്ധനം കഴിഞ്ഞു വന്ന വള്ളം. രണ്ടാമത്തെ അപകടത്തിൽ പൂന്തുറ സ്വദേശിയുടെ വള്ളം മറിഞ്ഞു. വള്ളത്തിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്തി. കേരളത്തിൽ അടുത്ത 5 ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ ഇടിമിന്നലിനും സാധ്യത. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ. കോഴിക്കോട് നാദാപുരത്ത് ശക്തമായ മഴയിൽ കെട്ടിടം തകർന്നു വീണു. കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലംപൊത്തി. വയനാട്ടിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും നാശനഷ്ടമുണ്ടായി. പാൽ വെളിച്ചത്ത് വീടിനു മുകളിൽ മരം വീണു. കോട്ടത്തറയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. പിണങ്ങോട് പീസ് വില്ലേജ് റോഡിൽ മരം വീണ് റോഡ് പൂർണ്ണമായും തകർന്നു. ഒറ്റപ്പെട്ട് 13 കുടുംബങ്ങൾ. കാലവർഷം ശക്തമാവുന്നതോടെ ഭീതിയിൽ കുടുംബങ്ങളും. അതീവ ജാഗ്രത പുലർത്തി ജില്ലാ ഭരണകൂടവും. പകർച്ചവ്യാധി ഭീതിയിൽ സംസ്ഥാനം. ഇന്നലെ മാത്രം 8 പനിമരണം. 4 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു. പനി ബാധിച്ച് ഇന്നലെ ചികിത്സ തേടിയത് 12,204 പേർ. 173 പേർക്ക് ഡെങ്കിപ്പനി. തിരുവനന്തപുരത്ത് 4 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. വധശ്രമ കേസ് പ്രതിയുടെ CPIM അംഗത്വത്തെ ന്യായീകരിച്ച് മന്ത്രി വീണ ജോർജ്. ശരിയുടെ പാതയിലേക്ക് വന്നവരെയാണ് സ്വീകരിച്ചത്. തെറ്റ് ചെയ്തവരെ വെച്ച് പൊറുപ്പിക്കില്ലെന്നും വീണ. തൃശൂരിൽ മേയർ CPI തർക്കത്തിനിടെ മേയറെ ബഹിഷ്കരിച്ച് CPI. കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. പരിപാടി ബഹിഷ്കരിച്ചതിൽ CPI MLA ബാലചന്ദ്രനും കോർപ്പറേഷൻ കൗൺസിലർമാരും. സർക്കാർ ഫോൺ ചോർത്താൻ ശ്രമിച്ചതായി KC വേണുഗോപാൽ. സ്പൈവെയർ ഉപയോഗിച്ച് വിവരം ചോർത്താൻ ശ്രമം നടന്നതായുള്ള ആപ്പിളിന്റെ സന്ദേശം ഉൾപ്പെടെ എക്സിൽ പോസ്റ്റ് ചെയ്ത MP. മോദി ഭരണകൂടം ക്രിമിനലുകളെ പോലെ പെരുമാറുന്നുവെന്ന് KC വേണുഗോപാൽ.
കോൺഗ്രസിലെ അധികാര മോഹത്തിനെതിരെ കെ മുരളീധരൻ. പ്രവർത്തകർക്ക് ബൂത്ത് വേണ്ടെന്നും DCCയിലും KPCCയിലുമാണ് കണ്ണെന്നും മുരളീധരൻ. വാർഡ് തലത്തിൽ പൈസ പോക്കറ്റിലാക്കാമെന്ന ചിന്താഗതി മാറണം. ഞെളിഞ്ഞു നടക്കണമെങ്കിൽ അധികാരത്തിൽ വരണമെന്നും മുരളീധരൻ. ആനി രാജ CPI ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് എത്തുന്നത് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ശുപാർശയിൽ. CPI ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജ എത്തുന്നത് കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ. നിർദ്ദേശം പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി. CPI ദേശീയ എക്സിക്യൂട്ടീവ് നിയമനത്തിൽ അതൃപ്തിയില്ലെന്ന് പ്രകാശ് ബാബു. അവഗണിച്ചിട്ടില്ലെന്നും പ്രത്യേക പരിഗണന വേണ്ടെന്നും പ്രകാശ് ബാബു. ഒന്നിന്റെയും പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി അംഗമാണ്, അതേപോലെ തുടരും. ആനി രാജയ്ക്ക് ലഭിച്ച പദവി അർഹതപ്പെട്ടതെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് ഏകകണ്ഠേന എടുത്ത തീരുമാനമെന്നും പ്രതികരണം. CPIയിലെ രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ അഭിപ്രായം പറഞ്ഞവരോട് ചോദിക്കണമെന്നും പ്രകാശ് ബാബു. പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവ്, അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മാധ്യമങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നും വിമർശനം. കീഴ്വഴക്കവും പാർട്ടി രീതിയും അനുസരിച്ചാണ് പാർട്ടി തീരുമാനം. കോന്നി കോഴ വിവാദത്തിൽ അഴിമതി നടത്തുന്നവർ പാർട്ടിയിലുണ്ടാകില്ല. അത്തരക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ബിനോയ് വിശ്വം. മന്ത്രിസ്ഥാനം സംബന്ധിച്ച ആവശ്യം നേരത്തെ ധാരണയായതാണെന്ന് NCP നേതാവ് തോമസ് കെ തോമസ്. ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ദേശീയ നേതൃത്വവും അത് അംഗീകരിച്ചതാണെന്നും തോമസ് കെ തോമസ്. മന്ത്രി AK ശശീന്ദ്രനുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ലെന്നും ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യില്ലെന്നും തോമസ് കെ തോമസ്. കണ്ണൂർ ഇരിട്ടിയിൽ കാൽ തെറ്റി റോഡിൽ വീണ വയോധികനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ സംഭവത്തിൽ 2 വാഹനങ്ങൾ കസ്റ്റഡിയിലുള്ളത് ആറളം സ്വദേശിയുടെ ഓട്ടോറിക്ഷയും അഞ്ചരക്കണ്ടി സ്വദേശിയുടെ ഇന്നോവ ക്രിസ്റ്റ കാറും. വണ്ടികൾ കസ്റ്റഡിയിലെടുത്തത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് സൈബർ പോലീസ് സഹായത്തോടെ. ഗുരുതര പരിക്കേറ്റ രാജൻ ഇന്നലെയാണ് മരിച്ചത്. സംസ്ഥാന സർക്കാരും ഗവർണറും തുറന്ന പോരിലേക്ക്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ VC നിയമനത്തിനായി 5-അംഗ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ. സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയത് ഗവർണറുടെ പ്രതിനിധിയില്ലാതെ. സർക്കാരിന്റെ നീക്കം KTU ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലേക്ക് ഗവർണർ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയതിന് പിന്നാലെ. പുതിയ നടപടി രാഷ്ട്രപതി തള്ളിയ ബില്ലിലെ വ്യവസ്ഥ പ്രകാരം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ഈ മാസം 19-ന് കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ UDF അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് MK മുനീർ. കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നത് വരെ സത്യാഗ്രഹം തുടരും. കേരളത്തിലെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് ഇവിടെ അവസരമില്ലാത്തതിനാലാണെന്നും MK മുനീറിന്റെ ആരോപണം. മലപ്പുറം തിരൂരങ്ങാടിയിൽ +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിഹാന്. സ്കൂളിൽ പ്രവേശനം ലഭിച്ചതു മുതൽ പല തവണയായി സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്നും പരാതി. പോലീസിൽ പരാതി നൽകി റിഹാന്റെ മാതാപിതാക്കൾ. നിസ്സാര കാര്യങ്ങളിൽ സീനിയർ വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥികളെ മർദ്ദിക്കാറുള്ളതായി മറ്റു വിദ്യാർത്ഥികളും. എറണാകുളം ആലുവ ചെങ്ങമനാട് 14-കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് കപ്രശ്ശേരി സ്വദേശി ആക്നൽ ജെയ്മി. ആക്നൽ ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ടിരുന്നുവെന്ന് സൂചന. മരണസമയത്ത് ധരിച്ചിരുന്നത് PUBG ഗെയിം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള വേഷം. ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നുവെന്ന് സംശയിക്കുന്നതായി പോലീസ്. യൂട്യൂബ് വീഡിയോ സ്വയം പരീക്ഷിച്ചു. തൃശൂരിൽ ഹിപ്നോട്ടിസം നടത്തിയ 4 വിദ്യാർത്ഥികൾ ആശുപത്രിയിലുള്ളത് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും. ബോധരഹിതരായത് മറ്റു കുട്ടികളുടെ സഹായത്തോടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതിനാൽ. 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ. സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണെന്ന് സ്കൂൾ അധികൃതർ.
ഇടുക്കി നെടുങ്കണ്ടം നാലുമലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പുറത്തെത്തിച്ചു. ബാംഗ്ലൂരുവിൽ നിന്ന് എത്തിയ 22 വാഹനങ്ങളാണ് കനത്ത മഴയെ തുടർന്ന് ഇന്നലെ മലമുകളിൽ കുടുങ്ങിയത്. നിരോധിത മേഖലയിലേക്ക് ഓഫ് റോഡ് സഫാരി നടത്തിയതിന് സഞ്ചാരികൾക്കെതിരെ കേസെടുത്തു. അപകടകരമായ ഡ്രൈവിംഗിനും റവന്യൂ ഭൂമിയിൽ അനധികൃതമായി കയറിയതിനും ഡ്രൈവർമാർക്കെതിരെയും കേസെടുത്തു. കോഴിക്കോട് ഞെളിയമ്പറമ്പിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു. പ്രദേശത്ത് ശക്തമായ തീയും പുകയും. തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്ന് ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും. ലോൺ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ. പലപ്പോഴും ആപ്പുകൾ വഴി വരുന്നത് കള്ളപ്പണം. അത് ഉപയോഗിക്കുന്ന ആളും പ്രതിയാകുമെന്നും കിരൺ നാരായൺ. വിദേശത്ത് പോകുന്നവരുടെ സിം കാർഡുകളിൽ ശ്രദ്ധ വേണമെന്നും മുന്നറിയിപ്പ്. സിം കാർഡ് ലോങ് റീചാർജ് ചെയ്യുകയോ സിം ആക്റ്റീവ് ആക്കി നിർത്തുകയോ വേണമെന്നും കിരൺ നാരായൺ. സംസ്ഥാനത്തെ പോലീസുകാർക്കിടയിലെ മാനസിക സമ്മർദ്ദം. കൗൺസിലിംഗിനെത്തുന്ന പോലീസുകാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 7 വർഷത്തിനിടയിൽ കൗൺസിലിംഗിനെത്തിയത് 6000-ലധികം പോലീസുകാർ. ഭൂരിഭാഗം പേരുടെയും പ്രശ്നം ജോലി സംബന്ധമായ സമ്മർദ്ദമെന്ന് കണ്ടെത്തൽ. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമത്. നേട്ടം തുടർച്ചയായ 4ാം തവണ. 2023-24 വർഷത്തെ റിപ്പോർട്ടിൽ കേരളം നേടിയത് 4 പോയിന്റിന്റെ അധിക വളർച്ച. കേരളത്തിനൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട് ഉത്തരാഖണ്ഡും ബീഹാറാണ് ഏറ്റവും പിന്നിൽ. സൂചിക തയ്യാറാക്കുന്നത് സാമൂഹിക, സാമ്പത്തിക, പരിസ്ഥിതിപരമായ മാനദണ്ഡങ്ങളാൽ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും വിലയിരുത്തി. കണ്ണൂർ പരിപ്പായിയിൽ മഴക്കുഴി നിർമ്മാണത്തിനിടെ പഴയ ആഭരണങ്ങൾ കണ്ടെടുത്ത സ്ഥലത്ത് നിന്ന് കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തി. പരിപ്പായി സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത് 5 വെള്ളി നാണയങ്ങളും സ്വർണമെന്ന് കരുതുന്ന മുത്തുമണികളും. ശ്രീകണ്ഠപുരം പോലീസിന് കൈമാറിയ വസ്തുക്കൾ തളിപ്പറമ്പ് RDOയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റി. വസ്തുക്കൾ പുരാവസ്തു വകുപ്പ് പരിശോധിക്കും. കണ്ടെത്തിയ വസ്തുക്കൾ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നതിൽ തീരുമാനം പരിശോധനാ ഫലത്തിന് ശേഷം. കൊച്ചിയിൽ തിമിംഗല ഛർദി പിടികൂടിയ കേസിൽ പ്രതികൾ തിമിംഗല വേട്ട നടത്തിയതായി കണ്ടെത്തി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. വേട്ട നടത്തിയെന്ന് മുഖ്യപ്രതി മുഹമ്മദ് ഇഷാഖിന്റെ മൊഴി. മുൻപും തിമിംഗല ഛർദി വിൽപ്പന നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രതികൾ. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ. യാത്രാ ദുരിതം അവസാനിക്കാതെ അരൂർ തുറവൂർ ദേശീയപാത. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്നു മുതൽ 2 ദിവസത്തേക്ക് ദേശീയപാത അടച്ചിടും. അരൂർ നിന്നും തുറവൂർ ഭാഗത്തേക്കുള്ള വഴിയാണ് അടച്ചത്. തുറവൂർ നിന്നും അരൂർ ഭാഗത്തേക്ക് മാത്രമായിരിക്കും ഗതാഗതം അനുവദിക്കുക. ഇടയ്ക്കിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രശ്നപരിഹാരം കാണുന്നില്ലെന്ന ആക്ഷേപവുമായി നാട്ടുകാർ. പാലക്കാട് പട്ടാമ്പി കുളപ്പുള്ളിയിൽ തകർന്ന റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം. ഓങ്ങല്ലൂർ വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. വലിയ കുഴികളിൽ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമെന്നും ഉടൻ താൽക്കാലിക പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പുമായി നേതാക്കൾ. പെരുമ്പാവൂരിലെ വേങ്ങൂരിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. 12ഓളം ആനകൾ കൂട്ടമായി എത്തിയത് കൊച്ചുപുരയ്ക്കൽ കടവിൽ. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ചേർന്ന് ആനക്കൂട്ടത്തെ ജനവാസ മേഖലയിൽ നിന്നും പുഴ കടത്തി വിട്ടു. ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വൻ നേട്ടം. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിൽ 10ലും വെന്നിക്കൊടി പാറിച്ച് ഇന്ത്യ മുന്നണി. 2 സീറ്റിൽ ഒതുങ്ങി BJP. ബീഹാറിലെ റുപൌലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ജയം. മത്സരിച്ച 4 സീറ്റുകളും പിടിച്ചെടുത്ത് പശ്ചിമ ബംഗാളിൽ TMCയുടെ മുന്നേറ്റം.
ട്രാഫിക് തെറ്റിച്ച് മീഡിയന്റെ വലതുവശത്തു കൂടി വാഹനം ഓടിച്ച ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കി. റദ്ദു ചെയ്തത് അങ്കമാലി കാലടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ന്യൂ സ്റ്റാർ ബസ്സിലെ ഡ്രൈവർ ഗിരീഷിന്റെ ലൈസൻസ്. ഡ്രൈവർ നിയമലംഘനം നടത്തിയത് അങ്കമാലി ജോയിന്റ് RTOയുടെ മുൻപിൽ. വടക്കൻ പറവൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി. പറവൂർ വഴിക്കുളങ്ങരയിലാണ് സംഭവം. ഡ്രീംസ് വില്ലയിൽ താമസിക്കുന്ന വിദ്യാധരനാണ് ഭാര്യ വനജയെ കൊന്ന് ജീവനൊടുക്കിയത്. കൊലപാതകത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമെന്ന് പോലീസ്. ഇരുവരും തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നെന്നും ബന്ധുക്കൾ. ഇടുക്കി ജില്ലാ കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് CP മാത്യു KPCC അധ്യക്ഷൻ K സുധാകരന് രാജിക്കത്ത് നൽകി. രാജി പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് വേണ്ട പിന്തുണ ലഭിക്കുന്നില്ലെന്നും പരാതി. K സുധാകരൻ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് CP മാത്യു. രാജി നിലപാട് തള്ളി KPCC അധ്യക്ഷൻ. വരും ദിവസങ്ങളിൽ വിഷയം ചർച്ച ചെയ്യാമെന്നും K സുധാകരൻ. കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തിയ ആദ്യ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോ നാളെ രാവിലെ മടങ്ങും. കപ്പലിൽ നിന്നിറക്കുന്നത് 1930 കണ്ടെയ്നറുകൾ. 22 ജീവനക്കാർ സാൻ ഫെർണാണ്ടോയിൽ, ഒരു മലയാളി ഉൾപ്പെടെ 5 ഇന്ത്യക്കാരും കപ്പലിൽ. കൊളംബോ തുറമുഖത്തേക്കാണ് കപ്പലിന്റെ അടുത്ത യാത്ര. സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുന്നതിന് മുമ്പ് ആർക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അവകാശമില്ല. ജില്ലാ നേതൃത്വത്തോട് അഭിപ്രായം ചോദിക്കുമെന്നും VD സതീശൻ. മികച്ച ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിക്കുമെന്നും CPIM, BJP എന്നിവർക്കെതിരെയുള്ള വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ കുറ്റപത്രം ഈ മാസം 17-ന് വായിച്ചു കേൾപ്പിക്കും. പ്രതി സന്ദീപിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കും. പ്രതിയെ ഹാജരാക്കുന്നത് കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി PN വിനോദിന്റെ നിർദ്ദേശപ്രകാരം. സന്ദീപിനെതിരെ ചുമത്തിയിട്ടുള്ളത് കൊലപാതകം, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോലീസ് എത്തിച്ച പ്രതി സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊച്ചി കാക്കനാട് വൻ ലഹരിവേട്ട. വിൽപ്പനയ്ക്കായി എത്തിച്ച 2.92 ഗ്രാം കൊക്കെയിൻ, 0.37 ഗ്രാം MDMA എന്നിവ പിടികൂടി. ഇടുക്കി സ്വദേശികളായ ആഷിഖ്, അൻസാരി, സൂരജ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പ്രതികൾ പിടിയിലായത് കാക്കനാട് ഹാർവെസ്റ്റ് ബിൽഡിംഗിൽ നിന്ന്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന് പരാതി കുളപ്പുള്ളിയിലെ ഇസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനെതിരെ. പോലീസിൽ പരാതി നൽകി കണ്ണൂർ, പെരുമ്പാവൂർ, മണ്ണാർക്കാട് സ്വദേശികൾ. പണം തിരികെ നൽകുമെന്നും പലർക്കും പകുതിയോളം തുക മടക്കി നൽകിയിട്ടുണ്ടെന്നും സ്ഥാപന ഉടമ. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഉടമ. പരാതി പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്ന് SI മഹേഷ്. സിംബാബ്വെക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 4ാം മത്സരത്തിൽ ജയം 10 വിക്കറ്റിന് 152 റൺസ് 16ാം ഓവറിൽ മറികടന്നു. യശസ്വി ജയ്സ്വാളിനും ശുഭ്മാൻ ഗില്ലിനും അർദ്ധ സെഞ്ചുറി. അവസാന മത്സരം നാളെ നടക്കും. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ചെക്ക് താരം ബാർബറോ ക്രജിക്കോവ ചാമ്പ്യൻ. ഫൈനലിൽ ഇറ്റാലിയൻ താരം പൗളീനിയെ തോൽപ്പിച്ചു. ക്രജിക്കോവയുടെ ആദ്യ വിംബിൾഡൺ കിരീടം. ഇതിഹാസ താരങ്ങൾ മത്സരിക്കുന്ന ലോക ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീട പ്രതീക്ഷയുമായി ഇന്ത്യ. ഫൈനലിൽ പാകിസ്ഥാനെയാണ് നേരിടുന്നത്. ഫൈനൽ രാത്രി 9:30 ഇംഗ്ലണ്ടിലെ എഡ്ജ്ബാസ്റ്റണിൽ.
വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ ഫൈനൽ നാളെ. സൂപ്പർ പോരിൽ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്രാസ് നൊവാക് ജോക്കോവിച്ചിനെ നേരിടും. 25ാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ട് ജോക്കോവിച്ച്. കോപ്പ അമേരിക്ക ഫൈനൽ നിയന്ത്രിക്കുക ബ്രസീലിൽ നിന്നുള്ള റഫറിമാർ. മുഖ്യ റഫറിയും 2 ലൈൻ റഫറിമാരും ബ്രസീലിൽ നിന്നുള്ളവർ. 2020 കോപ്പയിൽ അർജന്റീന പാരഗ്വായ് മത്സരം നിയന്ത്രിച്ച ക്ലോസ് ആണ് ഫൈനലിലെ മുഖ്യ റഫറി. രക്താർബുദം ബാധിച്ച് ചികിത്സയിലുള്ള മുൻ ക്രിക്കറ്റ് താരം അൻഷുമാൻ ഗെയ്ക്വാദിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് BCCIക്ക് കത്തെഴുതി മുൻ നായകൻ കപിൽ ദേവ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണെന്ന് കപിൽ. ഗെയ്ക്വാദ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത് ലണ്ടനിലെ കിങ്സ് ആശുപത്രിയിലാണ്. ഗെയ്ക്വാദ് ഇന്ത്യയ്ക്കായി 40 ടെസ്റ്റ് കളിച്ച ഇതിഹാസ താരം. 2010 ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ ഇന്ത്യൻ താരം ശ്രീശാന്തിനെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ക്യാപ്റ്റൻ MS ധോണി ഒരുങ്ങിയതായി അശ്വിന്റെ വെളിപ്പെടുത്തൽ. ടീമിലെ റിസർവ് താരമായ ശ്രീശാന്ത് ഡഗ്ഔട്ടിലിരിക്കാതെ ഡ്രസ്സിംഗ് റൂമിൽ മസാജിങ്ങിന് പോയതിൽ ധോണി രോഷാകുലനായെന്നും അശ്വിന്റെ വെളിപ്പെടുത്തൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഐ ഹാവ് ദി സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ. അംബാനി കല്യാണത്തിൽ നിന്ന് വിട്ടുനിന്ന് രോഹിത് ശർമ്മ. അംബാനി കുടുംബവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രോഹിത് വിവാഹത്തിനെത്താതെ പോയത് വിംബിൾഡൺ കാണാൻ. ലോകകപ്പ് ആഘോഷ പരിപാടികൾക്കായി ലണ്ടനിലേക്ക് പോയ കോഹ്ലിയും കല്യാണത്തിൽ പങ്കെടുത്തില്ല. ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്നു. ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നിവർ വിരമിക്കൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ടീമിന്റെ ഭാവി സംബന്ധിച്ച കൂടിക്കാഴ്ച നിർണായകമാകും. ടീമിൽ സ്ഥിരാംഗത്വം ആഗ്രഹിക്കുന്ന മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർക്ക് കൂടിക്കാഴ്ച നിർണായകം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏകദിന അരങ്ങേറ്റത്തിന് ഇന്ന് 50 വയസ്സ്. ഇന്ത്യ ആദ്യ ഏകദിനം കളിച്ചത് 1974 ജൂലൈ 13-ന്. ഇന്ത്യ ആകെ കളിച്ചത് 1055 ഏകദിന മത്സരങ്ങൾ. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും രൂക്ഷം. അസമിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. 12 ലക്ഷത്തിലധികം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചുവെന്നും അധികൃതർ. സംസ്ഥാനത്തെ 24 ജില്ലകളിൽ കനത്ത നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടിൽ തുടർന്ന് ആസാം. വിവാദ IAS പ്രൊബേഷണറി ഓഫീസർ പൂജ ഖേദ്കറുടെ മാതാപിതാക്കൾക്കെതിരെ കേസ്. പൂനെ റൂറൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് മനോരമ ഖേദ്കറിനും ദിലീപ് ഖേദ്കറിനുമെതിരെ. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന കർഷകന്റെ പരാതിയിലാണ് നടപടി. പ്രൊബേഷണറി ഓഫീസർ പൂജ ഖേദ്കറുടെ വസതിക്ക് മുന്നിൽ നോട്ടീസ് പതിച്ച് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ. അനധികൃത കയ്യേറ്റം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. കളക്ടറായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് പ്രത്യേക പദവികൾ ആവശ്യപ്പെട്ടതിൽ വിവാദത്തിൽപ്പെട്ടിരുന്നു. 2019 ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്രം. ജമ്മു കശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി കേന്ദ്ര സർക്കാർ. പുതിയ ഉത്തരവിറക്കിയത് ജമ്മു കശ്മീർ പുനഃസംഘടനാ നിയമം 2019 ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് ഇറക്കിയത് ഇന്ന് രാവിലെ രാഷ്ട്രപതിയുടെ അനുമതിയോടെ. നിലവിൽ മനോജ് സിൻഹയാണ് ജമ്മു കശ്മീർ ഗവർണർ. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ ഉപദേശക കൗൺസിൽ രൂപീകരിക്കുന്നു. ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. കൗൺസിൽ അംഗങ്ങളാവുക വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർ. കൗൺസിലിന്റെ ചുമതല വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൽ നിലനിൽക്കുന്ന വിടവുകൾ നികത്താനായി ഉപദേശങ്ങൾ നൽകുക എന്നത്.
കൂടാതെ ജാമ്യം നിഷേധിക്കരുത് എന്ന് സുപ്രീം കോടതി. ഹർജികൾ യാന്ത്രികമായി സ്റ്റേ ചെയ്യുന്ന രീതിയിൽ നിന്നും കോടതികൾ അകന്നു നിൽക്കണമെന്നും പരമോന്നത നീതിപീഠം. ഒഴിച്ചുകൂടാനാവാത്തതും അപൂർവവുമായ കേസുകളിൽ മാത്രമേ ജാമ്യത്തിന്റെ ആനുകൂല്യം കുറ്റം ചാർത്തപ്പെട്ടവർക്ക് നിഷേധിക്കാവൂ എന്നും കോടതി നിർദ്ദേശം. കുറ്റാരോപിതരുടെ അവകാശങ്ങൾ ചുരുക്കി കാണിക്കരുതെന്ന് വ്യക്തമാക്കിയത് ജസ്റ്റിസ് അഭയ് എസ് ഓക്ക, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവരുടെ ബെഞ്ച്. പാരഡി എക്സ് അക്കൗണ്ടിൽ നിന്നും വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് ഓം ബിർളയുടെ മകൾ UPSC പരീക്ഷയിൽ ഹാജരാകാതെ പാസ്സായി എന്ന വാർത്ത. യൂട്യൂബർക്കെതിരെ മാനനഷ്ട കേസിൽ പരാതി നൽകി ഓം ബിർളയുടെ ബന്ധു. അന്വേഷണം ആരംഭിച്ച പോലീസ്. ത്രിപുരയിലെ ധലായ് ജില്ലയിൽ ഇന്നലെയുണ്ടായ കലാപത്തെ തുടർന്ന് ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് ധലായ് ജില്ലയിൽ ആദിവാസി യുവാവിന്റെ മരണത്തെ ചൊല്ലിയുണ്ടായ കലാപത്തെ തുടർന്ന്. വെള്ളിയാഴ്ച രാത്രിയുണ്ടായ ആക്രമണം കലാശിച്ചത് തീവെപ്പിൽ. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പോലീസ്. ജമ്മുവിൽ ബസ് 200 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 മരണം, 25 പേർക്ക് പരിക്ക്, 9 പേരുടെ നില ഗുരുതരം. മറിഞ്ഞത് ഭലസയിൽ നിന്ന് താത്രിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ മിനി ബസ്. അപകടം ബസ് റോഡിൽ നിന്ന് തെന്നി തോട്ടിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റവരെ ഇന്ത്യൻ സൈന്യവും നാട്ടുകാരും രക്ഷപ്പെടുത്തി. ഡൽഹി ബർഗർ കിങ് കൊലപാതക കേസിലെ പ്രതികൾ പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഹിമാൻഷു ഭാവ് ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെട്ട 3 പേർ. ഏറ്റുമുട്ടൽ നടന്നത് ഡൽഹി പോലീസ്, ക്രൈംബ്രാഞ്ചും ഹരിയാന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും നടത്തിയ സംയുക്ത പരിശോധനയ്ക്കിടെ. രജൌരി ഗാർഡനിലെ ബർഗർ കിങ് ഔട്ട്ലെറ്റിൽ കഴിഞ്ഞ മാസം നടന്ന വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഹിമാൻഷു ഭാവ് ഏറ്റെടുക്കുകയായിരുന്നു. ഗാസയിൽ വീണ്ടും കൂട്ടക്കുരുതി. ജനവാസ മേഖലയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 71 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 289 പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം. ആക്രമണമുണ്ടായ ഖാൻ യൂനിസ് മേഖല ഇസ്രായേൽ സൈന്യം അഭയാർത്ഥികൾക്ക് സുരക്ഷിതമെന്ന് പ്രഖ്യാപിച്ച പ്രദേശം. മുതിർന്ന ഹമാസ് നേതാവ് മുഹമ്മദ് റീഫിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ. അന്വേഷണം നടക്കുന്നുവെന്ന് ഇസ്രായേൽ. ഇക്വഡോർ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ 5 പേർക്ക് തടവ് ശിക്ഷ വിധിച്ചത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഫെർണാണ്ടോ വില്ലാവിസെൻസിയയെ കൊലപ്പെടുത്തിയ കേസിൽ. പ്രതികൾ ഇക്വഡോറിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘങ്ങളിലൊന്നുമായി ബന്ധമുള്ളവർ. രാജ്യത്തെ ദേശീയ അസംബ്ലി അംഗവും മുൻ മാധ്യമപ്രവർത്തകനുമായ വില്ലാവിസെൻസിയയെ വെടിവെച്ചു കൊലപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം. നിരോധിച്ച് അയർലൻഡ് ഭരണകൂടം. തീരുമാനം ഈ ഇനം നായയെ വളർത്തിയിരുന്ന സ്ത്രീയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്ന്. ഇറക്കുമതി, ബ്രീഡിംഗ്, വിൽപ്പന, റീഹോമിംഗ് എന്നിവ ഒക്ടോബർ 1 മുതൽ നിരോധിക്കും. 2025 ഫെബ്രുവരി 1 മുതൽ ഉടമസ്ഥാവകാശവും നിരോധിക്കപ്പെടും. നേപ്പാൾ മണ്ണിടിച്ചിലിൽ 40 വയസ്സുള്ള ഇന്ത്യക്കാരന്റെ മൃതദേഹം കണ്ടെടുത്തു. 60-ലധികം യാത്രക്കാരുമായി പോയ 2 ബസ്സുകൾ മണ്ണിടിച്ചിലിൽ കാണാതായത് വെള്ളിയാഴ്ചയാണ്. കാണാതായവരിൽ 7 ഇന്ത്യക്കാരും. തൃശൂലി നദിയിൽ വീണ ബസ്സുകൾക്കായി തിരച്ചിൽ തുടർന്ന് റെസ്ക്യൂ ടീം. സെൻട്രൽ നൈജീരിയയിൽ 2 നിലകളുള്ള സ്കൂൾ കെട്ടിടം തകർന്നു. 22 പേർ കൊല്ലപ്പെട്ടു. 30ഓളം പേർ ആശുപത്രിയിൽ തുടരുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 154 പേർ ആശുപത്രികളിൽ ചികിത്സ തേടി. കെട്ടിടം തകർന്നത് സുരക്ഷാ ചട്ട ലംഘനവും നിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികളും കാരണമെന്ന് സൂചന.
ഇംഗ്ലീഷ് ചാനലിൽ ബോട്ട് അപകടം. ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിച്ച 4 കുടിയേറ്റക്കാർ മുങ്ങി മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഇംഗ്ലീഷ് ചാനൽ വഴി കടക്കാൻ ശ്രമിച്ച യാത്രക്കാർ. 70-നടുത്ത് കുടിയേറ്റക്കാരുമായി പുറപ്പെട്ട ബോട്ട് മറിഞ്ഞാണ് അപകടം. ഇതിൽ 56 പേരെ രക്ഷപ്പെടുത്തിയതായി അറിയിച്ച് ഫ്രഞ്ച് തീരസംരക്ഷണ സംഘം. ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലെ പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകി കോച്ച് ഒസാമ അയൂബ്. ബോക്സിംഗ് രംഗത്ത് പഠനത്തിനായുള്ള പരിശീലന ഉപകരണങ്ങൾ കുറവാണെങ്കിലും യുദ്ധഭീതിയിൽ നിന്നുള്ള അതിജീവനമാണ് ലക്ഷ്യമാക്കുന്നതെന്ന് കോച്ച്. സ്വപ്നം സാക്ഷാത്കരിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ പരിശീലനം തുടരാനുറച്ച് പെൺകുട്ടികൾ. അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുക പെൺകുട്ടികളുടെ സ്വപ്നം. സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ചർച്ച നടത്തിയത് ഉഭയകക്ഷി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ച്. സുരക്ഷാ താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യ-US ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനം. ഗാസ മുനമ്പിലെ അമേരിക്കൻ നിർമ്മിത ഫ്ലോട്ടിംഗ് പിയർ അടച്ചുപൂട്ടുമെന്ന് US ഏജൻസി മേധാവി. പകരം ഇനി സഹായം എത്തിക്കുക അഷ്ദോദ് തുറമുഖത്തിലൂടെ. മെയ് മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ പിയർ എത്തിച്ചത് 8100 മെട്രിക് ടൺ സഹായം. 1200 അടി നീളമുള്ള പിയർ മോശം കാലാവസ്ഥയെ തുടർന്ന് പലതവണ കേടായി. ഇറ്റലിയിൽ അടിമത്തത്തിൽ നിന്ന് മോചിതരായി 33 ഇന്ത്യൻ കർഷക തൊഴിലാളികൾ. മോചിപ്പിച്ചത് വടക്കൻ വെറോണ പ്രവിശ്യയിൽ അടിമത്തത്തിന് സമാനമായ സാഹചര്യത്തിൽ ജോലി ചെയ്തിരുന്നവരെ. കണ്ടെത്തൽ ഇറ്റലിയിലെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിനിടെ. അന്വേഷണം ജൂണിൽ പഴം പറിക്കുന്ന യന്ത്രം കൊണ്ട് കൈമുറിഞ്ഞ് ഇന്ത്യൻ തൊഴിലാളി മരിച്ച സാഹചര്യത്തിൽ. നിയമവിരുദ്ധ വിവാഹ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും ഭാര്യ ബുഷ്ര ബീബിയെയും കോടതി വെറുതെ വിട്ടു. ബുഷ്ര ബീബിയുടെ മുൻ ഭർത്താവ് ഖവാർ ഫരീദ് മനേഗ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. ഇദ്ദത്ത് കാലത്ത് ബുഷ്ര ബീബി വിവാഹ കരാറിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് മനേഗയുടെ ആരോപണം. കേസുകൾ ബാക്കിയില്ലാത്ത സാഹചര്യത്തിൽ ഇമ്രാൻഖാനെയും ഭാര്യയെയും ഉടൻ ജയിൽ മോചിതരാക്കാൻ ഉത്തരവ്. വിവിധ തൊഴിൽ മേഖലകളിലേക്ക് ഇന്ത്യൻ തൊഴിലാളികളെ സ്വാഗതം ചെയ്ത് ജർമ്മനി. ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ സ്വീകരിക്കാൻ നിയമങ്ങൾ ലഘൂകരിക്കുമെന്ന് ജർമ്മൻ തൊഴിൽ മന്ത്രി ഹ്യൂബർട്ടസ് ഹെയിൽ. ഇതിനായി ഇന്ത്യൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മന്ത്രി. 2035ഓടെ ജർമ്മനിക്ക് വേണ്ടി വരിക 70 ലക്ഷം തൊഴിലാളികളെ എന്ന് കണക്കുകൾ. ജർമ്മനിയിൽ പ്രതിസന്ധിയാകുന്നത് പ്രായമേറുന്ന ജനതയും തൊഴിലാളി ക്ഷാമവും. പ്രമേഹരഹിത ഇന്ത്യയാണ് വൈദ്യശാസ്ത്ര സമൂഹം ലക്ഷ്യമിടുന്നതെന്ന് പ്രമുഖ പ്രമേഹ രോഗവിദഗ്ധൻ ഡോക്ടർ ബൻഷി സാബു. 2030 ശേഷം ജനിക്കുന്ന ഒരു കുഞ്ഞിനും അതിന്റെ ജീവിതകാലത്ത് പ്രമേഹം പിടിപെടില്ലെന്ന് ഉറപ്പുവരുത്താൻ ശ്രമം. ഇതിനായി നടപ്പാക്കേണ്ടത് ബഹുമുഖ പരിപാടികൾ. വ്യായാമം, ഭക്ഷണശീലം, ഗർഭകാല പ്രമേഹം, സ്ഥിരമായ രോഗലക്ഷണ നിരീക്ഷണങ്ങൾ എന്നിവ പ്രമുഖമെന്നും ഡോക്ടർ ബൻഷി. CNG സ്കൂട്ടറുമായി TVS U740 കോഡ് നാമത്തിലുള്ള 125cc CNG സ്കൂട്ടറാണ് കമ്പനി വികസിപ്പിച്ചത്. വണ്ടി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് 2024 അവസാനത്തോടെ. TVS ഉത്പാദിപ്പിക്കുന്നത് പ്രതിമാസം 1000 യൂണിറ്റ് CNG സ്കൂട്ടർ. രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിയായ TVSന് 3.15 ദശലക്ഷം യൂണിറ്റുകളാണ് കമ്പനിയുടെ വിൽപ്പന. പുത്തൻ CNG വെല്ലുവിളിയാകുന്നത് ബജാജ് CNG ബൈക്കിന്. ഇന്ത്യയിലെ വിജയാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക പതിപ്പ് പുറത്തിറക്കാനൊരുങ്ങി ഹ്യുണ്ടായി. ഹ്യുണ്ടായി എക്സ്റ്റർ നൈറ്റ് എഡിഷൻ എന്ന പേരിൽ ഒരു പ്രത്യേക പതിപ്പ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി. ക്രെറ്റയ്ക്കും വെന്യൂവിനും ശേഷം പ്രത്യേക നൈറ്റ് എഡിഷൻ ലഭിക്കുന്ന മൂന്നാമത്തെ മോഡലാണിത്. നൈറ്റ് എഡിഷന് നിലവിലുള്ള
എക്സിറ്ററിലേതിന് സമാനമായ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ മോട്ടോറുള്ള എഞ്ചിൻ 83 bhp കരുത്തും 114 Nm ടോർക്കുമാണ് എഞ്ചിനിലുള്ളത്. ഇന്ത്യയുടെ ഈ വർഷത്തെ നികുതി പിരിവിൽ വൻ ഉയർച്ചയെന്ന് ആദായ നികുതി വകുപ്പ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 19.54% ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 5.74 ലക്ഷം കോടി രൂപയാണിത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വളർച്ച 4.8 ലക്ഷം കോടി രൂപയായിരുന്നു. മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങൾ BSNLന് കൈമാറാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. തീരുമാനം MTNLന്റെ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത്. അന്തിമ തീരുമാനം 1 മാസത്തിനകം. പ്രവർത്തനങ്ങൾ മാത്രം ഏറ്റെടുക്കുമെന്നും BSNLുമായി ലയനമുണ്ടാകില്ലെന്നും അറിയിച്ചു MTNL. മുംബൈയിലും ഡൽഹിയിലും ടെലിഫോൺ സേവന ദാതാവാണ് MTNL. നിർമ്മിത ബുദ്ധിയിലെ ആദ്യ പേറ്റന്റ് സ്വന്തമാക്കി 15-കാരൻ ഉദയ് ശങ്കർ. നേട്ടം ഉദയ് വികസിപ്പിച്ചെടുത്ത ഭാഷിണി ആപ്പിന്. അഡ്വാൻസ്ഡ് ലേണിംഗ് സിസ്റ്റംസ് എന്ന പേരിൽ സ്വന്തം സ്റ്റാർട്ടപ്പും അന്താരാഷ്ട്ര ജെൻഎഐ കോൺക്ലേവ് നേട്ടങ്ങൾ അവതരിപ്പിച്ച് ഉദയ് ശങ്കർ. പരമ്പരാഗത സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസം തുടരുന്ന ഉദയ് തമ്മനം സ്വദേശിയാണ്. സ്പേസ് എക്സിന്റെ വർക്ക് ഹോഴ്സ് ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപണം വീണ്ടും പരാജയം. റോക്കറ്റിന്റെ ജ്വലനം പരാജയപ്പെട്ടതിന് പിന്നാലെ റോക്കറ്റ് നിലത്തിറക്കി US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുടെ പേലോഡും നശിപ്പിച്ചു. റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെടുന്നത് തുടർച്ചയായ 7ാം തവണ. ചൂടപ്പം പോലെ വിറ്റുപോയി CMF ബൈ നത്തിങ് പുറത്തിറക്കിയ ആദ്യ സ്മാർട്ട് ഫോൺ. പുറത്തിറക്കിയ ആദ്യ 3 മണിക്കൂറിൽ വിറ്റത് 1 ലക്ഷം ഫോണുകൾ. പുറത്തിറക്കിയത് ജൂലൈ 12-ന് 12 മണിക്ക്. നത്തിങ് കമ്പനിയുടെ ഉപബ്രാൻഡാണ് പുതിയ വേരിയന്റായ CMF ബൈ നത്തിങ്. സിനിമാ ഷൂട്ടിങ്ങിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടി ഛായാഗ്രാഹക മരിച്ച സംഭവം ഹോളിവുഡ് താരം അലക് ബാൾവിനെ കുറ്റവിമുക്തനാക്കി കോടതി. ബാൾവിനെതിരെ കേസെടുത്തിരുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക്. വിധിക്ക് പിന്നാലെ കോടതിയിൽ വികാരാധീനനായ അലക് ബാൾവിൻ. 2021-ൽ റസ്റ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. അമിതാഭ് ബച്ചന്റെ കൽക്കി ചിത്രീകരണത്തിനിടയിലെ ദൃശ്യങ്ങൾ പങ്കുവച്ച് വൈജയന്തി മൂവീസ്. പങ്കുവച്ചത് സംവിധായകൻ നാഗ് അശ്വിനോടൊപ്പമുള്ള അമിതാഭ് ബച്ചന്റെ ചിത്രങ്ങൾ. ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച അശ്വത്ഥാമാവിന്റെ വേഷം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ചിത്രങ്ങൾ വൈജയന്തി മൂവീസ് എക്സ് അക്കൗണ്ടിലാണ് പങ്കുവച്ചത്. ആയിരം കോടി സ്വന്തമാക്കി പ്രഭാസ് ചിത്രം കൽക്കി. ചിത്രം 3ാം വാരത്തിലും മികച്ച അഭിപ്രായങ്ങളുമായി പ്രദർശനം തുടരുന്നു. ബാഹുബലി 2 ദ കൺക്ലൂഷന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന തെലുങ്ക് ചിത്രമാണ് കൽക്കി 2898 AD. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ C. അശ്വിനി ദത്ത് നിർമ്മിച്ച ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത്. ഫ്രൈഡേ ഫിലിംസും കന്നഡ KRG ഫിലിം സ്റ്റുഡിയോയും സംയുക്തമായി നിർമ്മിക്കുന്ന പുതിയ ചിത്രം പടക്കളത്തിന് തിരിതെളിഞ്ഞു. ഔദ്യോഗികമായ തുടക്കം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ലളിതമായ ചടങ്ങിലൂടെ. തുടക്കം വിജയ് ബാബു, കാർത്തിക് എന്നിവർ ഫസ്റ്റ് ക്ലാപ്പ് നൽകി. ചിത്രത്തിൽ ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ്, നിരഞ്ജന അനൂപ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നസ്ലൻ ഗിരീഷ് AD സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും. പുതിയ ചിത്രം അയാം കാതലൻ ഓഗസ്റ്റിൽ. സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. നസ്ലൻ ഗിരീഷ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ പ്രേമലു മലയാളത്തിലെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു. ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്യുന്ന ചിത്രം തേരെ ഇഷ്കുമേ വരുന്നു. ചിത്രത്തിൽ ധനുഷിന്റെ നായികയായി എത്തുന്നത് തൃപ്തി ദിംറി. ഷൂട്ടിംഗ് ഒക്ടോബറിൽ. ചിത്രം 2013-ലെ ഹിറ്റായ രാഞ്ചനയുടെ തുടർച്ച. സംഗീത
സംവിധായകൻ ബിബിൻ അശ്വക് ഒരുക്കിയ തണുപ്പ് സിനിമയിലെ പുതിയ ഗാനം പുറത്തിറക്കിയത് കപിൽ കപിലനും ശ്രീനന്ദ ശ്രീകുമാറും പാടിയ മാമ്പൂ മണമിത എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ. പുതുമുഖങ്ങളായ നിധീഷ്, ദിവ്യ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കാശി സിനിമാസിന്റെ ബാനറിൽ അനു അനന്തൻ, ഡോക്ടർ ലക്ഷ്മി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ പനോരമ മ്യൂസിക് ആദ്യമായി മലയാളത്തിലേക്കുള്ള ആദ്യ കാൽവയ്പ് മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പാലും പഴവും എന്ന ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിക്കൊണ്ട് VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രം കോമഡി എന്റർടൈനർ വിഭാഗത്തിലാണ് ഒരുങ്ങുന്നത്. നവാഗതനായ രവീഷ് നാഥ് സംവിധാനം ചെയ്യുന്ന ചിത്രം സമാധാന പുസ്തകത്തിലെ ഗാനം പുറത്ത്. റിലീസായത് അമൻ സാഗ ആലപിച്ച കണ്ണ് കണ്ണിലെ എന്നാരംഭിക്കുന്ന ഗാനം. പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് നവാഗതരായ അഭിനേതാക്കൾ. ചിത്രം ജൂലൈ 19 തിയേറ്ററുകളിൽ.